ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏപ്രിൽ 2 വ്യാഴാഴ്ച തിരഞ്ഞെടുത്ത് നിലവിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയിരിക്കുന്ന മലയാള സിനിമയാണ് വാഴ 2. സബിൻ എസ് സംവിധാനം ചെയ്ത ഈ സിനിമയുടെ ഇന്നലെ തിങ്കളാഴ്ചയിലെ കേരള റെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിൽ ഇന്നലെ ഈ സിനിമ കളക്ട് ചെയ്തത് 7,40 ലക്ഷം രൂപയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 90 ലക്ഷം ഇന്നലെ കളക്ട് ചെയ്ത ഈ സിനിമ ഇന്നലെ മാത്രം വിദേശത്ത് നിന്ന് നേടിയെടുത്തത് $5,25,000, അതായത് 4,85 ലക്ഷം രൂപ. അങ്ങനെ ലോകമെമ്പാടുമായി 5-ാം ദിവസം ഇന്നലെ തിങ്കളാഴ്ച 13,15 ലക്ഷം രൂപയാണ് വാഴ 2 കളക്ട് ചെയ്തത്. 5 ദിവസത്തെ കേരള കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് 33,95 ലക്ഷം രൂപയാണ്. വേൾഡ് വൈഡ് കളക്ഷനായി 80,07 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ഇനി 6-ാം ദിവസമായ ചൊവ്വാഴ്ചയിലേക്ക് വന്നാൽ ഇന്നും കേരളത്തിൽ വമ്പൻ തരംഗമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്ന് കേരളത്തിൽ 7,25 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 6 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ മാത്രം 41 കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 12.5-13 കോടി റേഞ്ചിൽ തന്നെയാണ്. അങ്ങനെ 6 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 92.5-93 കോടി റേഞ്ചിലാണ്. ടോവിനോ തോമസിന്റെ ഏറ്റവും പുതിയ മലയാള സിനിമ പള്ളിച്ചട്ടമ്പിയുടെ റിലീസിംഗ് ഈ വരുന്ന വ്യാഴാഴ്ചയായിരുന്നു തീരുമാനിച്ചിരുന്നത്. ഇലക്ഷൻ ആയതുകൊണ്ട് ഏപ്രിൽ 9 നിന്നും ഏപ്രിൽ 10 വെള്ളിയാഴ്ചയിലേക്ക് സിനിമയുടെ റിലീസിംഗ് മാറ്റുന്നു എന്ന അപ്ഡേറ്റ് പിന്നീട് വന്നിരുന്നു. എന്നാൽ ഇലക്ഷൻ മാനദണ്ഡങ്ങൾ നിലനിൽക്കുന്നതിനാൽ ചിത്രത്തിന്റെ സെൻസറിംഗ് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും റിലീസിംഗ് ഏപ്രിൽ 15 മാറ്റിയതായും ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുണ്ട്. എസ് സുരേഷ് ബാബു തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ള ഈ സിനിമ ഡിജോ ജോസ് ആന്റണിയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ജയസൂര്യ നായകനായി മിഥുൻ മാനുവൽ തോമസ് തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഈദ് റിലീസായി മാർച്ച് 19 തീയിലെടുത്തിയ മലയാള സിനിമയാണ് ആട് 3. ചിത്രം ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 19 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തത് 51,60 ലക്ഷം രൂപയാണ്. 20-ാം ദിവസമായ ചൊവ്വാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 35 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 20 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 51,95 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. 20 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 121.5-122 കോടി റേഞ്ചിലാണ്. ദുരന്തർ 2 തിയേറ്ററിലെത്തിയിട്ട് 20-ാം ദിവസം കൂടിയായ 3-ാമത്തെ ചൊവ്വാഴ്ചയാണ് ഇന്ന് പിന്നിടുന്നത്. ഇന്നലെ ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 13 ലക്ഷം രൂപയാണ്. അങ്ങനെ 19 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 18,09 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ തെക്കേ ഇന്ത്യയിൽ നിന്ന് മാത്രമായി 270,50 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ട്രാക്കേഴ്സ് നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് 1,622,72 ലക്ഷം രൂപയാണ് ലോകമെമ്പാടുമായി ഇന്നലെ വരെ കളക്ട് ചെയ്തിട്ടുള്ളത്. 20-ാം ദിവസം ചൊവ്വാഴ്ചയോടെ ലോകമെമ്പാടുമായി ദുരന്തർ 2 1,635 കോടിയിൽ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കെൻ കരുണാസ് തിരക്കഥയിൽ സംവിധാനം ചെയ്ത് മാർച്ച് 19 തീരെടുത്ത് മികച്ച അഭിപ്രായം നേടിയെടുത്ത് നല്ല വിജയം സ്വന്തമാക്കിയിരിക്കുന്ന തമിഴ് സിനിമയാണ് യൂത്ത്. ഈ സിനിമയുടെ 18 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 1,38 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ 49,31, കർണാടകയിൽ 3,91, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 5,14, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 27 ലക്ഷം എന്നിങ്ങനെ 59,94 ലക്ഷം രൂപയാണ് ഇന്ത്യൻ കളക്ഷൻ. വിദേശത്ത് നിന്ന് $1.21 മില്യൺ, അതായത് 11,32 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ലോകമെമ്പാടുമായി 18 ദിവസം കൊണ്ട് യൂത്ത് നേടിയെടുത്തിരിക്കുന്നത് 71,26 ലക്ഷം രൂപയാണ്. അഭിലാഷ് ഷെട്ടി കൻകാര തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഏപ്രിൽ 3 തിയേറ്ററിലെത്തി വളരെ മികച്ച അഭിപ്രായം നേടുന്നത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന തെലുങ്ക് സിനിമയാണ് ബൈക്കർ. ചിത്രത്തിൽ ഷെർവാനന്ദ്, മാളവിക നായർ, രാജശേഖർ, അതുൽ കുൽക്കർണി എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമയുടെ വെള്ളി, ശനി, ഞായർ, തിങ്കൾ എന്നിങ്ങനെ ആദ്യ 4 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തെലങ്കാനയിൽ 5,49 ലക്ഷം, ആന്ധ്രയിൽ 3,69, കർണാടകയിൽ 1,23, തമിഴ്നാട്ടിൽ 46 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 11 ലക്ഷം എന്നിങ്ങനെ 10,98 ലക്ഷം രൂപയാണ് ഇന്ത്യൻ കളക്ഷൻ. വിദേശത്ത് നിന്ന് 4 ദിവസം കൊണ്ട് 2,18 ലക്ഷം ഉൾപ്പെടെ 13,14 ലക്ഷം രൂപയാണ് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിരിക്കുന്നത്. പ്രോജക്റ്റ് ഹെയിൽ മേരി എന്ന ഇംഗ്ലീഷ് ചിത്രത്തിന്റെ 12 ദിവസ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ 12 ദിവസം കൊണ്ട് 3,17 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 12 ദിവസം കൊണ്ട് സൗത്ത് ഇന്ത്യൻ കളക്ഷനായി നേടിയെടുത്തത് 24,18 ലക്ഷം രൂപയാണ്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 56,31 ലക്ഷം രൂപയാണ്. സിനിമ വേൾഡ് വൈഡ് ഷെയറായി $421,65 മില്യൺ, അതായത് 3,910 കോടി രൂപയാണ് ലോകമെമ്പാടുമായി നേടിയെടുത്തിരിക്കുന്നത്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.